ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് മേത്തി പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഉലുവയുടെ ഇല കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം എടുത്തിട്ടുണ്ട്. അത് നമുക്കിതേപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം. എത്രയും ചെറുതാക്കാമോ അത്രയും ചെറുതാക്കി വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ടെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2.5 കപ്പ് ഗോതമ്പ് പൊടിയുണ്ട്. ഇതിലേക്ക് 1/4 കപ്പോളം കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഇഞ്ചി ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അയമോദകം ചേർത്ത് കൊടുക്കാം, ജീരകം ചേർത്ത് കൊടുക്കാം. അയമോദകവും ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മേത്തിയുടെ ഇലയാണ്, അതായത് ഉലുവയുടെ ഇല. ഉലുവ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും കൈ കൊണ്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്കിതിലേക്ക് 1 സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് സമയം ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 10-20 മിനിറ്റോളം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് വീണ്ടും എടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ നിന്നും കുറേശ്ശെ മാവ് ഇതേപോലെ എടുത്തതിന് ശേഷം ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ചൂടായ പാനിലേക്ക് നമുക്കിന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ്, ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർക്കാം. ഇനി നമുക്ക് വീണ്ടും തിരിച്ച് മറിച്ച് ഇട്ടതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് തിരിച്ചിട്ട് നോക്കാം. 2 സൈഡും ഇതേപോലെ ആക്കി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് വീണ്ടും ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നെയ്യ് പുരട്ടി കൊടുക്കാം. നെയ്യ് പുരട്ടിയതിന് ശേഷം വീണ്ടും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും ഇട്ടതിന് ശേഷം ആ സൈഡിൽ നമുക്ക് നെയ്യ് പുരട്ടി കൊടുക്കാം. അങ്ങനെ 2 സൈഡും നമുക്ക് തിരിച്ചും മറിച്ച് വിട്ട് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് മേത്തി പൊറോട്ട റെഡിയായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.